നിലമ്പൂരിൽ കാലങ്ങളായി തുടരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. വന്യജീവി ആക്രമണം തടയാൻ സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ. അറിയിച്ചു. വനഭൂമിയും ജനവാസ മേഖലയും അതിരിടുന്ന എല്ലായിടങ്ങളിലും സൗരോർജ്ജ വേലി സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. നിലമ്പൂരിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 27 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സൗരോർജ്ജ വേലിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 70% നിർമ്മാണം പൂർത്തിയായ സൗരോർജ്ജ വേലിയുടെ ശേഷിക്കുന്ന നിർമ്മാണം വേഗത്തിലാക്കാനും എം.എൽ.എ. നിർദ്ദേശം നൽകി. RKVY, വനംവകുപ്പ്, കിഫ്ബി, നബാർഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ചാണ് സമഗ്ര പദ്ധതി നടപ്പിലാക്കുക. നിലമ്പൂരിൽ നടക്കുന്ന സൗരോർജ്ജ വേലി നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എം.എൽ.എ. ഇക്കാര്യം അറിയിച്ചത്. ജനപ്രതിനിധികളും വനം, റവന്യൂ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ N.A. കരീം, ജോസ്മി P. തോമസ്, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് M.A. ജോസ്, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് P. റംലത്ത്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K.P. സുരേഷ്, തഹസിൽദാർ M.P. സിന്ധു, നിലമ്പൂർ, വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിലുള്ള വർക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഈ പരമാവധി അതിൻ്റെ ഒരു 90%, ഒരു 80% വർക്കുകളും ഈ മാസം ഒരു 30-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കാനും ബാക്കിയുള്ളത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങാനും വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ പ്രധാനമായും നമ്മൾ തീരുമാനിച്ചത് മറ്റൊരു കാര്യം, നിലമ്പൂരിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് മേഖല അത് എത്ര കിലോമീറ്റർ ഉണ്ട്, ആ കിലോമീറ്ററുകളിൽ ആ ദൂരത്ത് എത്ര എണ്ണമാണ് RKVYയിൽ, അതേപോലെ നബാർഡിൻ്റെ സ്കീമിൽ, കിഫ്ബിയുടെ സ്കീമിൽ, മറ്റു സ്കീമുകളിലൊക്കെയായി എത്ര ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട്, അത് കഴിച്ചാൽ എത്രയുണ്ടാവും, അത് കണ്ടെത്തി അതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കുക. നിലമ്പൂരിലെ ഫോറസ്റ്റും വനവും ഈ ജനവാസ കേന്ദ്രവും കൃഷിയിടങ്ങളും ചേരുന്ന എല്ലാ ഭാഗങ്ങളിലും പരിപൂർണമായി സമഗ്രമായി ഈ പറയുന്ന സോളാർ ഫെൻസിങ്ങിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.